എന്നാൽ മുആവിയയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മുആവിയ അല്ലാത്ത വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആർക്ക്? ഉമ്മു ഹബീബയ്ക്ക്. അതാരാണ്? ഹൻളല. ഹൻളല ഉഹദ് യുദ്ധത്തിൽ കാഫിറുകളുടെ കൂടിയായിരുന്നു. ഹൻളലയെ അലി ഇബ്നു അബി താലിബാണ് വധിച്ചിരുന്നത്. കാഫിറായിട്ട് തന്നെ മരിച്ച ആളാണ് ഉമ്മു ഹബീബയുടെ മറ്റൊരാങ്ങള. പിന്നെ അറിയപ്പെടുന്ന ആങ്ങളെയാണ് പ്രശസ്തനായ ലോക മുസ്ലിങ്ങളുടെ നേതാവായി വാഴുന്നിരുന്നതായ ആര്? മുആവിയ. മുആവിയനറിയാത്ത മുസ്ലിമുണ്ടോ? മുആവിയ റളിയല്ലാഹു തആല അൻഹു. അതെ, ഡമസ്കസിനെ ഇസ്ലാമിക ആസ്ഥാനമാക്കി മാറ്റിയതായ മുആവിയ റളിയല്ലാഹു തആല അൻഹു 20 വർഷത്തോളം മുസ്ലിങ്ങളുടെ അമീറും 20 വർഷത്തോളം മുസ്ലിങ്ങളുടെ ഖലീഫയുമായ മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ റളിയല്ലാഹു തആല അൻഹു എത്രത്തോളം ഈ ഉമ്മു ഹബീബയ്ക്ക് മുആവിയ എത്തിയ സ്റ്റാൻഡേർഡും വാപ്പ എത്തിയ മുആവിയനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ ശേഷം ആദ്യമായിട്ട് പെട്ടെന്ന് മക്കയിൽ വെച്ചിട്ട് തന്നെ എന്ത് കാട്ടി? മുആവിയയുടെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കിയത് കൊണ്ട് കതബത്തുൽ വഹയിൽപ്പെടുത്തി, വഹി എഴുതുന്ന വ്യക്തിയാക്കി മാറ്റി. കാരണം മുആവിയ നല്ല എഴുത്തുകാരനായിരുന്നു. മുആവിയ നല്ല എഴുത്തുകാരനായിരുന്നു, വായനക്കാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അറബികളുടെ ഇടയിൽ പ്രശസ്തർ അവരാണ്, ഉമറിനെ പോലെ. അതുകൊണ്ട് മുആവിയെ അല്പസമയം ആണെങ്കിലും റസൂലുള്ളാഹിന്റെ കൂടെ അദ്ദേഹം കാത്തിബുൽ വഹിയായിരുന്നു. പേരെടുത്ത പ്രശസ്തനായ മുആവിയയ്ക്ക് നൽകേണ്ടതായ സ്റ്റാൻഡേർഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ മുസ്ലിമായതായ വേളയിൽ എപ്പോഴാണ് മുസ്ലിമായത്? മക്ക റിപ്പബ്ലിക്കിൽ. അതെ, മക്ക റിപ്പബ്ലിക്കിലാണ് മുആവിയയും മുസ്ലിം ആകുന്നത്. ആ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിബുൽ വഹിയാക്കി മാറ്റിയിരുന്നു. എന്നാൽ മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യ ആയതിന്റെ ശേഷം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റസൂലിനെ ഭർത്താവായി, അബൂ സുഫിയാനെ വാപ്പയായി, മുആവിയയെ ആങ്ങളയായി, എന്നിൽ നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലോ, അതൊക്കെ അള്ളാഹിന്റെ ഖദർ അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്, അബൂ സുഫിയാൻ നിങ്ങളുടെ വാപ്പയാണ്, മുആവിയ നിങ്ങളുടെ ആങ്ങളയാണ്. ഖദറിൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ട് നടന്നു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നിനക്ക് പ്രാർത്ഥിച്ചൂടെ? നരകത്തിൽ നിന്നിട്ട് നീ എന്നെ മോചിപ്പിക്കണേ രക്ഷിതാവേ, ഖബർ ശിക്ഷയിൽ നിന്നിട്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷിതാവേ, റസൂൽ പഠിപ്പിച്ചു കൊടുക്കാണ്. അങ്ങനെ ഫലം കിട്ടുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചൂടെ? അള്ളാന്റെ തീരുമാനമായി കഴിഞ്ഞതായ കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഖളായിലും ഖദറിലും വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പകരം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് ഖബറിലുള്ള ശിക്ഷയിൽ നിന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ നരകത്തിൽ നിന്നിട്ട് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. അത് അങ്ങനെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുകയും ചെയ്തു. അതെ സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉമ്മു ഹബീബയുടെ ആങ്ങളെയാണ് എന്ന് കേൾക്കുമ്പോൾ ഈ ഉമ്മു ഹബീബ ആരാണെന്ന് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയാകുന്നതിന് മുമ്പുള്ള പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് അവർ അബൂ സുഫിയാന്റെ മകളാണ്. അതുപോലെ തന്നെ പിന്നെ ലോകത്തിൽ പേര് കേട്ട മുസ്ലിം നേതാവായ മുആവിയയുടെ ആങ്ങളെയും കൂടിയാണ് എന്നാണ് പഠിച്ചു വരുന്നത്.